നമ്മളിന്ന് വന്നേക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ വേറൊരു എപ്പിസോഡായിട്ടാണ്. എപ്പിസോഡ് 3. അതെ, ഇന്നലെ ഒരു വേടലൊക്കെ ഉണ്ടായി. അറിയാതെ ആക്സ് എടുക്കുമ്പോൾ മറ്റേ വീഡിയോ ഓഫാവുന്നതിൽ ഞെങ്ങി. ഇത് മൊബൈലാണല്ലോ, അറിയാലോ. അപ്പോൾ ആക്സ് നിൽക്കുന്നതിൽ കൊണ്ടിട്ട് ഓഫായിപ്പോയി. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം മൈൻക്രാഫ്റ്റിനാണ് ആക്സ് നമ്മൾ റിവഞ്ച് എടുക്കും ഗൈസ്. അവന്മാർ ഇന്നലെ എന്നെ പൊട്ടിത്തെറിപ്പിച്ച് എൻ്റെ പകുതി ഹെൽത്തും പോയി. അപ്പൊ ഇന്ന് നമ്മള് എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു വീട് കെട്ടാൻ പോവാണ് ഗൈസ്. വീടല്ല, ചെറിയ വീട്. അപ്പൊ വലിയ വീടല്ല, ചെറിയ കല്ലൊക്കെ കൊണ്ടുള്ള വീടാണ്. അപ്പോൾ നമുക്ക് കെട്ടാം. അപ്പോൾ ഇനി തുടങ്ങിയിട്ടായിട്ട് നമ്മൾ കാണാം. അപ്പൊ ഗൈസ്, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാല്, വേൾഡിൽ കയറിയപ്പോൾ തന്നെ രാത്രി ഒരു ഗ്രീപ്പറും ഒന്ന് പൊട്ടിത്തെറിച്ചു. ഇപ്പോൾ ബെഡ് ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ എൻ്റെ 2 ടോർച്ച് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ അര ഹാർട്ടും കൊണ്ടാണ് ഞാൻ ഓടിപ്പാഞ്ഞ് ഇവിടത്തേക്ക് കയറിയത്. അപ്പോൾ ഫുഡ് കുറഞ്ഞു, അര ഹാർട്ടും കൊണ്ട് പാഞ്ഞതാണ് ഗൈസ്. എന്ത് ഗ്രീപ്പറാണ് വേൾഡിൽ കയറിയപ്പോൾ. അതാണ് ഗൈസ് ഞാൻ ഇപ്പോൾ വീട് ഉണ്ടാക്കാനുള്ള മിക്ക കാരണം. എന്നുവെച്ചാ ഇപ്പോൾ വീടുണ്ടാക്കിയാലും വീട്ടിനുള്ളിലേക്ക് ആരും വരത്തില്ലല്ലോ, ഡോർ അടച്ചാൽ. അങ്ങനെ ഞാൻ ഇപ്പോൾ വീടുണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ഞാൻ രാവിലെ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് മീറ്റിലോട്ട് പോവാം. മീറ്റ് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയത്തില്ല. ഈ മരത്തിന്റെ ഇടക്കലുണ്ടാവും ഗൈസ് സ്കെൽട്ടൻസ്. ഇല്ല, നമുക്ക് മീറ്റിലോട്ട് പോവാം. അപ്പൊ ഗൈസ് മീറ്റ, അപ്പൊ നമുക്കിനെ മീറ്റിലോട്ട് പോയിട്ട് അംഗം കാണാം. ആരെങ്കിലും ഉണ്ടോ എന്നെ കൊല്ലാൻ? ഇല്ല, എന്റെ ബെഡിലൊന്നും ഇല്ല. തൊട്ട് ഇപ്പുറത്താണ് ഗൈസ് പൊട്ടിത്തെറിച്ചേ. ആരുമില്ല. ഞാൻ പോയിട്ട് റീസ്പോൺ എടുക്കട്ടെ. അതുകൊണ്ടാണ് റീസ്പോൺ എടുക്കാനും കഴിഞ്ഞില്ല. ഒരു ചീപ്പും കൂടി വേണം. 2 ബെഡ് അത്യാവശ്യമാണ് ഗൈസ്. ഒരു ബെഡ് നമ്മൾ കയ്യിൽ വെക്കണം വേണം. അവിടെയൊക്കെ ടോർച്ചില്ലോണ്ട് അങ്ങനെ സീൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കുറച്ച് ഫുഡിനുള്ള ബാക്കിയാക്കി നോക്കട്ടെ. അപ്പൊ നമുക്ക് വീട് കിട്ടുന്നതിന് പോട്ടെ, കുറച്ച് ഫുഡ് വക ഐറ്റങ്ങൾ കുറച്ച് കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ കോയിനും കൂടി കൊണ്ടുവരാം. അതൊക്കെ ഒരടിക്ക് മതി. ഇറങ്ങിയിട്ട് ഒരു പന്നിയും കൂടി ഉണ്ട്, അവനെയും കൂടി നമുക്ക് കൊല്ലാം. ഇങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, അറിഞ്ഞുകൊണ്ടല്ല. നമുക്കിത് പോയിട്ട് അവിടെ ചൂടാക്കാൻ ഇടാം. നമുക്ക് വീട് കെട്ടാനുള്ള സാധനങ്ങൾ അടുപ്പന്നെ പൊട്ട് ഉണ്ടില്ല. ഇതിലുള്ള അതിനെടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിട്ടേ നമുക്ക് ചൂടാക്കാനുള്ളത് ഇത് ചൂടാക്കാം. ആദ്യം നമുക്കൊരു ചെസ്റ്റ് ആദ്യം ഉണ്ടാക്കാം ഗൈസ്. പോയിട്ട് അത് ഈ എൻ്റെ കുറേ വേണ്ട സാധനമുണ്ട്. ഇവിടെ സ്കെൽട്ടൺ ഉണ്ടല്ലോ ഗൈസ്. ഇപ്പോൾ അവിടെ സ്കെൽട്ടൺ ഉണ്ടെന്ന് പറഞ്ഞോ, ഡൈവല്ലെങ്കിലും ഒരു തമാശയാണ്. തമാശകളില്ല, നിൽക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കി സംഭവങ്ങളൊക്കെ ഷോർട്ട് ആയിട്ട് ഇനി കാണാം. അപ്പോൾ നമുക്ക് വീട് കെട്ടാൻ മരം ലേശം കളക്ട് ചെയ്യണം. ഇവിടുന്ന് മരം വേണം. കുറച്ച് മീറ്ററിനായിട്ട് പറിക്കാം. മീറ്ററേക്ക് വേഗം പറിക്കാൻ കഴിയുന്ന മരങ്ങളാണ് തന്നെ. അപ്പൊ നമുക്കതിനെ മരം മുറിച്ചിട്ടായിട്ട് കാണാം. അപ്പൊ ഇതാ നൈറ്റ് ആവാറായിട്ടുണ്ട്. നമ്മളിതാ ഒരു സ്റ്റാക്ക് 25 വുഡാണ് കഴിച്ച് ഇവിടെ കളക്ട് ചെയ്തിട്ടില്ലേ. നമ്മൾ ആ വുഡ് മുറിച്ച സ്ഥലം അങ്ങ് അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം. അയണുണ്ട്, അവിടെ അയണും ഉണ്ട് കഴിച്ച്. നമ്മളിപ്പോൾ കണ്ടതാണ്. ഇപ്പം നൈറ്റ് ആവാനായിട്ടുണ്ട്. അതെന്താ അവിടെ ഇങ്ങനെ പേടിച്ചു? അപ്പം നേരത്തെ നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ പോയുള്ളൂ. അപ്പോൾ കഴിച്ചതിന് നമുക്ക് ഡയമണ്ട് എടുക്കാം. സ്റ്റോൺ എടുക്കണം കഴിച്ച്. അപ്പോൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടി പിക്കാസോടെ നമുക്ക് നല്ലൊരു സ്ഥലം വേണം കഴിച്ച്. അപ്പോൾ നല്ലൊരു സ്ഥലം എവിടെയാണെന്ന് ആലോചിച്ച് നോക്കട്ടെ. ഗ്രീപ്പർ അറഞ്ചും പുറഞ്ചും ഇട്ട് വെട്ടി നുറുക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഒരേ ലെവലിൽ ഇങ്ങനെ പോകാൻ കഴിയും. അതാകുമ്പോൾ ചിലപ്പോൾ അയണം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്.
2-3 സ്റ്റാക്കായിട്ടാകുമ്പോൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എടുക്കാൻ ചെറുങ്ങനൊന്നും മറന്നുപോയി. സോറി ഗൈസ്, വീഡിയോയിൽ ഇത്ര പോലെ ആക്കി ഗൈസ്. ഓർമ്മയുണ്ടായിരുന്നില്ല ഗൈസ് വീഡിയോ ഓൺ ആക്കാൻ. സോറി, വെരി സോറി ഗൈസ്. ഇത്ര പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു ഉറങ്ങട്ടെ ഗൈസ്, നൈറ്റ് ആവാറായിട്ടുണ്ട്. വെരി സോറി ഗൈസ്. നമുക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, കുഞ്ഞുട്ടിന് ഓർമ്മയുണ്ടായിരുന്നില്ല, രണ്ടാൾക്കും ഓർമ്മയില്ലാതെ ഇങ്ങനെ വായും മന്ദളിച്ച് ഇങ്ങനെ ഇരുന്നു. അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇത് വീഡിയോ എടുക്കുന്നതാണെന്ന് പോലെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെയാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഇടുന്ന മൊത്തം ഒരു ലോങ് വീഡിയോ ഇടാൻ പോകും. അതുകൊണ്ട് മാത്രം ഗൈസ്, ഇനി ഒരു കട്ടുമില്ല. അതാണ് ഗൈസ്. നമുക്ക് സാൻഡൊക്കെ വേണം ഗൈസ്. നമുക്ക് പിന്നെ ഒപ്പിക്കാലോ, നമുക്കത് പിന്നെ ഒപ്പിക്കാലോ ഗൈസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. മുകളിൽ റൂഫ് എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ കിട്ടി. എനിക്ക് ക്രാഫ്റ്റിംഗ് ടൗണിനടുത്ത് പോയാലേ കിട്ടും. ക്രാഫ്റ്റിംഗ് ടൗൺ സ്ലാബ് ഉണ്ടാക്കിയേക്കാം. ഇത്രയൊക്കെ മതി എന്നാണ് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇത്ര പോലെ സംഭവിച്ചിട്ടുണ്ട്. ചെറിയൊരു ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുത്താലോ. ഇവിടെ സ്റ്റോൺ ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോണാണ് ഗൈസ് വെക്കേണ്ടത്. ഇവിടെയും സ്റ്റോൺ, നമുക്ക് ലേശം ടോർച്ച് വേണം. അപ്പോൾ ടോർച്ച് ചെയ്യുമ്പോൾ കോളുണ്ട്. അപ്പോൾ നമുക്ക് നാടല്ല കുറച്ചിരിക്കട്ടെ. 8 ടോർച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്. ഓക്കെ ഗൈസ്, ഇത്ര പോലെ മതി എന്നാണ് തോന്നുന്നത്. എന്നാൽ നമുക്ക് കുറച്ച് വുഡ് എടുത്തിട്ട് മതിയെന്ന് തോന്നുന്നു. ഇല്ല, പോരാ. നമുക്കിന് ഡോറങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓക്കിൻ്റെത് തന്നെ ഡോറാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ നോക്കാം. വെച്ചിട്ടുണ്ട്. നമ്മൾ ഡോർ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റിലിപ്പോൾ തലക്കാലത്തേക്ക് വെച്ചിരിക്കണ്ട. നമുക്ക് സാൻഡ് കുറച്ച് വേണം. നമുക്ക് സാൻഡ് അവിടെ ഉണ്ട് കുറച്ച്. അപ്പോൾ അവിടെ നിന്ന് ലേശം ഭാരിയിട്ട് വരാം. ഇത്രയാണ് വേണ്ട, കുറച്ച് കൊണ്ടു. ഒരു 6 സാൻഡ് വേണം. 6 സാൻഡ് പറയാതെ ഒരു മിസ്റ്റേക്ക്. ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ മൊബൈലാണല്ലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വിട്ട ഒരു സംഭവമാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്. ഇവൻ ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല ഗൈസ്. ഇവൻ വളരെ പണി വെട്ടാൻ ആയിട്ടുണ്ടാവും. എന്തായാലും നമുക്കറിയാം. നിങ്ങളോ എന്നോടൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക്, അതിന് പകരമാണ് ഞാൻ ലൈക്ക് അടിച്ചാൽ സ്പെസിഫിക്ക് കമൻറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും അങ്ങ് അടിച്ചാണ് സ്പെസിഫിക്ക്. അപ്പോൾ നമുക്ക് വേണമെത്ര ആയിട്ടുണ്ട്. മറ്റേ ശിവന്മാരെയും കൊണ്ട് വെഡിനുള്ളത് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഫുഡിനുള്ളത് പോകും. ഫുഡും വെഡും അപ്പോൾ ഒരു റൂള് നമ്മളതിനുണ്ട്. അതുകൊണ്ടാണ് 2 തന്നെ. ഇവിടെ ഉണ്ടായ കോള് നമ്മളെ തന്നെ ഉണ്ട്. അത് നമുക്ക് കൊണ്ടുപോയിട്ട് മറ്റേ ഫർണസിൽ ഇപ്പോൾ വെക്കുന്നില്ല. നമുക്കതിന് ഇത് ഉരുക്കാൻ വെക്കാനല്ല നമ്മൾ വന്നേക്കുന്നത്. ഇതിന് കോളുണ്ട്. ഓക്കെ, ഒരുക്കാൻ വെച്ചേക്കുന്ന സാധനം അതാണ്. അപ്പോൾ ഇത് ഇരുന്ന് ഇവിടെ ഊരുകട്ടെ. സാധനം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഈ സംഭവം ഉരുകുമ്പോഴത്തേക്ക് ഈ ചെസ്റ്റ് ആ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയി
ഉണ്ട് കുഴപ്പമില്ല ഗൈസ്. അതിന് നമുക്ക് ഇതിവിടെ കിട്ടും. ഇതിനോടെ ഇവിടെ ഡോറുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ചെസ്റ്റ്, നമ്മളെ ബെഡ് വരാൻ പോകുന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടാത്ത പല ഐറ്റങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കാം. ഫുഡൊക്കെ നമുക്ക് എന്തായാലും അത്യാവശ്യം, സ്റ്റോണൊക്കെ നല്ല അത്യാവശ്യം വരും ഗൈസ്. സ്റ്റോൺ ഇതൊക്കെ നോക്കണം. ഇപ്പം നമ്മളൊന്നും എടുത്ത് വെച്ചേക്കുന്നില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം. ഷേപ്പിലേക്കാക്കണ്ടേ ബെഡ്? അപ്പോൾ ബെഡ് ആക്കണം. അത് ഇവനിപ്പോൾ പറഞ്ഞിട്ട് നമ്മളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു കൃഷി നടത്തണം. കൃഷി നടത്താൻ വലിയ ആലോചന ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ നമ്മളെ ബെഡൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോകാം. ബെഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മളെ ബെഡ് അങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. ബായി ഓക്കെ, 8 ആയിട്ടുണ്ട്, മതി തൽക്കാലത്തേക്ക് ഇത്ര മതി. അതായിരുന്നു അവിടെ നിന്ന് ആവട്ടെ, ഫുള്ളാവട്ടെ. എന്തായാലും നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ കൂടെ ആയിട്ട് വരും. നമുക്കിനെ ഗ്ലാസ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, 16 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നോക്കാം. ഇവിടെ അയ്യോ നോ, ഇവിടെ മറ്റേ സ്പെയിൻ ഗ്ലാസ് തന്നെ നോക്കട്ടെ. ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ അല്ലേ? അപ്പോൾ സ്പീഡ് ഇതാണ്. ഈ വീടാണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതെടുക്കാനുണ്ടായോ? അയൺ എടുക്കണം ഗൈസ്. അത് നമുക്ക് ഇപ്പോഴാണ് ഗൈസ്. സാൻഡ് ഗൈസ്, ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് ഹോൾ ചെയ്യുന്ന ഉള്ളിൽ നോക്കാം. ഈ സാൻഡ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആവശ്യം വരും. അപ്പം നമുക്ക് എടുക്കാം. അതിലേക്ക് കയറാൻ പറ്റില്ല. ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മരമുണ്ട്, ഇതുണ്ട്. എന്നിട്ട് നമുക്ക് അതും കൊണ്ട് കൊണ്ടുപോയേക്കാം. അത് രാത്രി അവിടെ തന്നെ ഉറങ്ങാം. അങ്ങോട്ടേക്കാണത്, സാധനം അങ്ങോട്ടേക്കാണ്. ചോടും പിടിച്ചിട്ട് തന്നെ പോന്നു. ഇവിടെ ആയിട്ട് വരുന്നുണ്ടോ സാധനം? ഓക്കെ, കുറച്ചുകൂടെ ഓക്കെ ഗൈസിന് ഈ അയൺ അങ്ങ് കൂട്ടിച്ചേക്കാം. ഒരുപാട് ഇല്ല, കോൾ എടുക്കാം. ഇത്ര ആള്. ഓക്കെ, മൈൻക്രാഫ്റ്റിന് നമ്മളോട് ഇഷ്ടമുണ്ട് ഗൈസ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അറിയാലോ മൈൻക്രാഫ്റ്റിന് ചിലപ്പിനൊന്നും ഇഷ്ടമല്ല, പക്ഷെ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് വീട്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ കുഞ്ഞു വീട് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞു വീടിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് തന്നെ മറ്റേ റീസ്പോൺ സെറ്റ് ചെയ്ത് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ ഇവിടെ ഉരുക്കാൻ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ 500K ലൈക്കാണ് ഗൈസ് ഇന്നത്തെ ടാർഗറ്റ്. എല്ലാവരും ലൈക്ക് അടിച്ച് പിടിക്കുക. ഗ്രാനി വരുന്നതായിരിക്കും 25-ാം തീയതിയൊക്കെ ഗ്രാനി വരാനായിരിക്കും ചാൻസ്. അന്നാണ് PTA മീറ്റിംഗ് ഒക്കെ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.